ഇത് ഫിൽറ്ററായിട്ട് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇതിലെ വെള്ളം കണ്ടാലറിയാം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിഭാഗം വരെ നമുക്ക് കാണാൻ പറ്റും. ബീക്കറിലുള്ള വെള്ളം അങ്ങനെ അതായത് ഞാൻ പറയുമല്ലോ, ഒരു 60% ക്ലിയർ ആയിട്ടുള്ള. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ വെള്ളത്തിൽ തങ്ങി നിൽക്കുന്ന കാണാം. അതൊക്കെ ആ ഫിൽറ്റർ റിമൂവ് ചെയ്തോളും. ഈ ടാങ്കിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ സാമ്പിളായിട്ട് ഒരു ഷോട്ട് നമുക്ക് കാണിച്ചറിയാം എന്താണ് നടക്കുന്നത്. ആലോം ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ എന്താ നടക്കണമെന്നുള്ളത് ഞാൻ ഒരു എക്സ്പെരിമെൻ്റായിട്ട് ഒരെണ്ണം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഫിൽറ്റർ വീണ്ടും ഒന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ആൾ തന്നെ ചെയ്ത് കാണിക്കും. അപ്പോൾ ആദ്യത്തെ ഫിൽറ്ററാണ് ബാക്ക് വാഷ് ചെയ്യണത്. ആദ്യം ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ക്ലിയർ വെള്ളം വരുന്നത് കാണും. അപ്പോൾ ബാക്ക് വാഷ് കസ്റ്റമേഴ്സ് നിർത്തും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം കുറച്ച് ബാക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആണ് കലങ്ങിയ വെള്ളം വന്ന് തുടങ്ങുക. ആദ്യം തന്നെ വരുന്ന വെള്ളം അതിൽ ഫിൽറ്ററായി കിടക്കുന്ന വെള്ളമായിരിക്കും. ഇപ്പോൾ കളർ മാറി, ഇപ്പോൾ കലങ്ങിയ വെള്ളം വരുന്നത് ബാക്ക് വാഷ് വെള്ളം. അപ്പോൾ ഇത് ക്ലിയർ ആവണ വരെ അത് ചെയ്യേണ്ടി വരും, ബാക്ക് വാഷ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വരുന്നതൊക്കെ കലങ്ങിയ വെള്ളമാണ്. ഞാൻ ഇവിടെ മോട്ടറിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ സ്വിച്ച് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ബാക്ക് വാഷ് ചെയ്യല്. ഇനി റിൻസിലേക്ക് ഇടാൻ പോവാണ്. ഈ മോട്ടർ നേരെ ഫിൽറ്ററിലേക്ക് ഇട്ട് ഇനി അടുത്ത ഫിൽറ്റർ ഇതേമാതിരി ബാക്ക് വാഷ് മോഡിലേക്ക് ഇട്ട് മോട്ടർ കാർബൺ ഫിൽറ്ററാണ്. ഇപ്പോൾ മോട്ടർ ഓൺ ചെയ്ത് ഈ ഫിൽറ്റർ പറയുന്നത് കാർബൺ ഫിൽറ്ററാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ആ ക്ലോറിനും ആലും ആഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിലെ എക്സസ് ക്ലോറിൻ, അതായത് കൂടുതലുള്ള ക്ലോറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കാർബൺ ഫിൽറ്റർ വെച്ചത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വെസൽ മുമ്പത്തെ കമ്പനി ഇൻസ്റ്റാൾ ചെയ്ത സെയിം വെസൽ തന്നെയാണ് ഉപയോഗിച്ചത്. മീഡിയം മാറ്റി റീഫിൽ ചെയ്തതാണ്. ഇത് അയൺ റിമൂവൽ ഫിൽറ്ററാണ്. അതിൽ വെസലടക്കം പുതിയ ഫിൽറ്റർ വെച്ചതാണ്. അത് 1465 സൈസ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഫിൽറ്ററിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഫിൽറ്റർ മീഡിയ ഇതിൽ നിറച്ചിട്ടുണ്ട്. DMI 65 എന്ന് പറയുന്നൊരു മീഡിയയാണ് അതിൽ ഉപയോഗിച്ചത്. ഇത് ബാക്ക് വാഷിൽ വെച്ചാൽ അപ്പോൾ ഇനി ഞാൻ മോട്ടർ ഓഫാക്കിയിട്ട് നേരെ റിൻസിലേക്ക് ഇടാൻ പോവാണ്. വേറെ ഫിൽറ്ററിലേക്ക് ഇട്ടാണ് ഞാൻ ബാക്ക് വാഷ് ഒന്നരാടം ചെയ്യാറുണ്ട്. ഫിൽറ്ററിന് ബ്ലോക്ക് വരണ്ടാച്ചിട്ട് ഒന്നരാടം ചെയ്യാറുണ്ട്. അതായത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ബാക്ക് വാഷ് ചെയ്യുന്നോ അത്രയും ഫിൽറ്റർ മീഡിയയ്ക്ക് ലൈഫ് കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ വെള്ളം ഭയങ്കര മോശമായതുകൊണ്ട് ഇവിടുത്തെ കൺസപ്ഷൻ അനുസരിച്ച് ഒരു 1.5 ദിവസം കൂടുമ്പോഴാണ് ഇവിടെ ബാക്ക് വാഷ് ചെയ്യണത്. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത പല കസ്റ്റമേഴ്സും മാസങ്ങളൊക്കെ ആയിട്ട് ബാക്ക് വാഷ് ചെയ്യാത്ത ഫിൽറ്ററുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഫിൽറ്ററിന് ലൈഫ് കിട്ടില്ല, പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണോ അത്രയും ഫിൽറ്ററിന് ലൈഫ് കിട്ടും. ഫ്രീക്വൻ്റ് ആയി ചെയ്യുമ്പോഴുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വെള്ളം വേസ്റ്റ് ആക്കിയാൽ മതി. അത് പെട്ടെന്ന് ക്ലിയർ ആവും. ഇതിലത്തെ കയറിയിട്ടുള്ള ചെളി കുറച്ച് സമയം കൊണ്ട് തന്നെ ക്ലിയർ ആവും. കുറേ കാലം കൂടി ബാക്ക് വാഷ് ചെയ്യുമ്പോൾ കുറേ വെള്ളം നമ്മൾ ചിലവാക്കേണ്ടി വരും അത് ബാക്ക് വാഷ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ ആ സെറ്റിൽമെൻറ്റ് ടാങ്ക് ഉണ്ടല്ലോ, കറുത്ത ടാങ്കിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആലോ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ് വെള്ളത്തിന് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു ഇതിൽ നമ്മൾ ക്ലോറിനും ഒരു ഗ്ലാസ്സിൽ ആലോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളമാണ്, കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്താണ് ഫിൽറ്റർ ചെയ്യാത്ത വെള്ളമാണ്. നമ്മൾ ആദ്യം ഈ ക്ലോറിൻ നമ്മൾ വെള്ളത്തിലേക്ക് ഇവിടെ ആഡ് ചെയ്യുന്നത് വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള അയൺ ഓക്സിഡൈസ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ വെള്ളത്തിൻ്റെ pH ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. pH ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അയൺ ഓക്സിഡൈസ് ആവുക. അതുപോലെ അത് വെള്ളത്തിലത്തെ പാർട്ടിക്കിൾസൊക്കെ സെപ്പറേറ്റായി സെറ്റിലാവാൻ സഹായിക്കുക pH ഇൻക്രീസ് ആകുമ്പോഴാണ്. അപ്പോൾ ക്ലോറിൻ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടാണ് ഇവിടുത്തെ പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞ പർപ്പസിനും ക്ലോറിൻ ഉപയോഗിക്കും. വൈഡായിട്ട് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം കുറച്ച് ക്ലോറിൻ ആഡ് ചെയ്യാം.
ഇതൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസാണ്. നിങ്ങൾ ഞാൻ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ടാങ്കിലോ അതോ കിണറ്റിലൊന്നും ഇതൊരു അളവില്ലാണ്ട് ക്ലോറിനോ ആലൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ആ ടാങ്കിൽ എന്താ നടക്കണമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആലമാണ്. അപ്പോൾ ആലം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കൊയാഗുലൻ്റ് ആണ്. അതായത് വെള്ളത്തിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയും. ഇപ്പോഴും നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്തപ്പോഴും ഇങ്ങനെ ഈ വെള്ളത്തിന് കളറുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലത്തെ സെഡിമെൻറ്റ്സ് ഒക്കെ നെഗറ്റീവ് ചാർജിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ എല്ലാം നെഗറ്റീവ് ചാർജിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാം റിപ്പല് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ആലത്തിൻ്റെ അയൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. അപ്പോൾ ആലം നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് കൂടി, അതൊരു കാന്തത്തിൻ്റെ പോലെ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാന്തം പറയുകയാണ്. പോസിറ്റീവ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് വന്ന് അതിലെ വലിയ പാർട്ടിക്കിൾസായി മാറി ഒരു ഫ്ലോക്സ് പോലെ അതിങ്ങനെ വലിയ പാർട്ടിക്കിൾസായിട്ട് മാറും, സെപ്പറേറ്റ് ആവും. എന്നിട്ട് അതെല്ലാം ഈ ടാങ്കിൻ്റെ അടിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ബീക്കറിൻ്റെ അടിയിലേക്ക് പോകും. ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആലം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നടക്കില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വീഡിയോ ചിലപ്പോൾ ഒന്ന് ഫാസ്റ്റാക്കി കാണിക്കും. അപ്പോൾ ആലം ആണ് ആഡ് ചെയ്തത്. ആദ്യം നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്തു, പിന്നെ ആലം ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിലെ ആ കളറുള്ള പാർട്ടിക്കിൾസ് എല്ലാം സെപ്പറേറ്റ് ആയി. ഇപ്പോൾ എല്ലാ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ആലം കറക്റ്റ് അളവിൽ പല തവണ ആഡ് ചെയ്യേണ്ട വന്നു, ആലം ആഡ് ചെയ്യേണ്ട വന്നു, അതുപോലെ ക്ലോറിനും കുറച്ച് ആഡ് ചെയ്യേണ്ട വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോറിൻ ആഡ് ചെയ്തു, പിന്നെ ആലം ആഡ് ചെയ്തു, കറക്റ്റ് ആ അളവായിപ്പോൾ ഈ വെള്ളത്തിലത്തെ പാർട്ടിക്കിൾസ് എല്ലാം സെപ്പറേറ്റ് ആയി. ഇനി ഇത് കുറേ നേരം കൊണ്ട് ഇപ്പോൾ തന്നെ കാണാം ഈ ചെളിയുള്ള പാർട്ടിക്കിൾസൊക്കെ ഇതിൻ്റെ ബീക്കറിൻ്റെ അടിയിലേക്ക് വന്ന് തുടങ്ങി. ഇത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ക്ലിയർ വെള്ളവും അടിയിൽ ഈ ചെളിയുള്ള പാർട്ടിക്കിൾസായിട്ട് മാറും, സെഡിമെൻറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ പ്രോസസ്സ് തന്നെയാണ് ആ ടാങ്കിൽ നടക്കുന്നത്. നമ്മൾ ആലവും ക്ലോറിനും ആഡ് ചെയ്യുമ്പോൾ ആ ഡോസിംഗ് പമ്പിൽ നമ്മൾ കറക്റ്റ് അളവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇത് മിക്സ് ആവും. ഈ ഒരു പ്രോസസ്സ്, ഈ ബീക്കറിൽ നിങ്ങൾ കാണുന്ന പ്രോസസ്സ് ആ ടാങ്കിൽ നടക്കും. അപ്പോൾ ആ ടാങ്കിൻ്റെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടുല്ലോ, ആദ്യം അടിയിൽ നിന്ന് എടുത്ത വെള്ളം നല്ല ചെളി വെള്ളമാണ്, അത് ഈ പാർട്ടിക്കിൾസാണ്. ഈ ചെളി വെള്ളമാണ് നമ്മൾ അടിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുത്തത്. ഈ മുകളിലത്തെ വെള്ളമാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് പറയുന്നത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം വളരെ മോശമായ സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ സ്വീകരിക്കേണ്ട വരും. അപ്പോൾ ആലം എന്ന് പറയുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേൾഡ് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൊയാഗുലൻ്റാണ്, യൂണിവേഴ്സൽ കൊയാഗുലൻ്റാണ്. പലർക്കും ആലം ക്ലോറിന് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ കെമിക്കൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പൊട്ടയാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. നിങ്ങൾ എന്ത് കെമിക്കൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിന് അളവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ അളവ് പ്രകാരമാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കൂടാനൊക്കെ ആലം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും അതിന് അളവും കാര്യങ്ങളും ആണ്. അപ്പോൾ പ്രിസൈസായിട്ടുള്ള കെമിക്കൽ ഡോസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡോസിങ് പമ്പുകൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്ന, അതായത് മാനുവലായിട്ട് ഈ ആലവും ക്ലോറിനും ആഡ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് നമ്മൾ കറക്റ്റ് അളവ് പറഞ്ഞു കൊടുക്കും. ആ അളവ് പ്രകാരമാണ് അവർ മാനുവലായിട്ട് ടാങ്കിലേക്ക് അത് ഒഴിക്കുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ നമ്മൾ മുമ്പ് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ആദ്യം ഉണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ ഏകദേശം ഈ ആലവും ക്ലോറിനെ ആഡ് ചെയ്ത് ഏകദേശം കുറച്ച് സമയം കൊണ്ട് ഇത്രയും ക്ലിയറായി. ഇത് ഏകദേശം ഒരു 80% ക്ലിയറായി. ഇപ്പോഴും ഒരു ചെറിയ കളറുണ്ട്. ആ കളറ്, ഈ മുകളിൽ കാണുന്ന കളറ് ഫിൽട്രേഷനിൽ തന്നെ ക്ലിയർ ആവുള്ളൂ. ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ സെഡിമെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയും, അടിയിൽ കാണുന്ന ചെളി ഡ്രെയിൻ ചെയ്ത് കളയും. അങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പലർക്കും ഉള്ള സംശയമാണ് ക്ലോറിൻ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരം ആണെന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻ്റ്, അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അയണൊക്കെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ, ഇപ്പോൾ ഈ ബീക്കറിയത്തെ വെള്ളത്തിൽ ക്ലോറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ കൂടുതൽ കാണിക്കും. പക്ഷേ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയല്ല, എവിടെയൊക്കെ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററും കൂടി വയ്ക്കും. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് കാർബണിന്
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ പോലെയുള്ള കെമിക്കൽസിനൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഫിൽറ്റർ കഴിഞ്ഞ് വരുന്ന വെള്ളത്തിൽ പിന്നെ ക്ലോറിൻ്റെ അളവ് ഉണ്ടായിരിക്കില്ല, അതായത് ക്ലോറിൻ ഫ്രീ ക്ലോറിൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളിലും കാർബൺ ഫിൽറ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫിൽറ്ററായി വരുന്ന വെള്ളത്തിൽ ക്ലോറിൻ ഉണ്ടാവും എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനുള്ളിൽ ഇപ്പോൾ ഇതിപ്പോൾ സെറ്റിലായ കണ്ടു. ഈ ബീക്കറിലത്തെ വെള്ളം ഡോസിങ് കൊടുത്തപ്പോൾ ക്ലിയറായി വന്നത് കണ്ടുമല്ലോ. ഈ ബീക്കറിൽ ഉള്ള വെള്ളം ക്ലിയറായ അത്ര സമയം കൊണ്ട് 1000 ലിറ്ററും 10000 ലിറ്ററും ഒന്നും അത്രയും പെട്ടെന്ന് ക്ലിയർ ആവില്ല. അതിന് സമയം കൊടുക്കണം. അതാണ് ഈ 4 തൊട്ട് 6 മണിക്കൂർ സമയം വരെ വേണമെന്ന് പറയുന്നത്. ഇത് വളരെ കുറവുള്ള വെള്ളം ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ റിയാക്ഷൻ കാണാൻ സാധിച്ചത്. പിന്നെ ഞാൻ ആലം ആഡ് ചെയ്ത് കുറച്ച് അളവ് കൂടുതലുമുണ്ട്, നമുക്ക് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ആയതുകൊണ്ട്. പിന്നെ ഇത് ചെയ്ത പോലെ നിങ്ങൾ ഒരിക്കലും കിണറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാങ്കി കുടിവെള്ളത്തിൻ്റെ ടാങ്കിലേക്കോ ഒന്നും ഇത് കയ്യും കണക്കില്ലാണ്ട് കെമിക്കൽസ് ആഡ് ചെയ്യരുത്. അത് ഞാനിപ്പോഴും റിപ്പീറ്റ് ചെയ്യുക. ഇതിനൊക്കെ ഓരോ കണക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ പല വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട്, പല പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കിണറ്റിലേക്കൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ വൈഡായിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ നാച്ചുറലായി കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും അത് അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ഹാനികരം തന്നെയാണ്. അപ്പോൾ എന്ത് സാധനത്തിനായാലും ഒരു റെസ്ട്രിക്റ്റഡ് അളവുണ്ട്, അതിന് താഴെ മാത്രമേ എപ്പോഴും ഉപയോഗിക്കുക. പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് വാട്ടർ ഫിൽട്രേഷൻ യൂണിറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വെള്ളം ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഹൈഡ്രോപ്രോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനത്തിനെ സമീപിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.